ഹായ്, പ്രിയാസ് ഡിലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ടേസ്റ്റോടു കൂടി നല്ലൊരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഞാനൊരു 2 മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇങ്ങനെ നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളർ ആക്കിയൊന്നും വേണ്ട. ഇതിന് നമുക്കിത് അരപ്പരയ്ക്കാനുള്ളതാണ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കശുവണ്ടിയാണ്. ഞാനൊരു 20 കാഷ്യൂ നട്ട്സ് ചേർക്കുന്നുണ്ട്. ഈ പനീർ മസാല എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്, നല്ല ക്രീമിയുമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്യൂ നട്ട്സ് ചേർക്കുന്നത്. ഞാൻ 2 മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒരുവിധം ഒന്ന് കുക്കാവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. തക്കാളി വെന്ത് ഉടയൊന്നും വേണ്ട, ചെറുതായിട്ട് വെന്താൽ മതി. വെന്ത് കഴിയുമ്പോൾ ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഇളകി പോരുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇനി ഇത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റി ഒന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ വലിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരയ്ക്കാൻ പോവാണ്. ഇത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഈ പാൻ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ഏകദേശം ഒരു 15 ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ബട്ടർ കാണും. ഈ ബട്ടർ മെൽറ്റായി കഴിയുമ്പം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഞാനൊന്ന് ഒഴിക്കുന്നുണ്ട്. തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് മസാലയും ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ പിടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിക്കാം. ഇപ്പം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇങ്ങനെ തിളച്ച് കൊമളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പനീർ ആഡ് ചെയ്യാം. ഞാനിങ്ങനെ ബ്ലോക്കായിട്ട് കിട്ടുന്ന പനീറാണ് വാങ്ങിച്ചത്. അത് ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 ടീസ്പൂണോളം വരും. ഇത് ചെറുതായിട്ട് കൈ വെച്ചൊന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇതും കൂടി വരുമ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് മൊത്തം 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ആ ഗ്രേവി മിക്സിയിൽ നിന്ന് എടുക്കാൻ നേരം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തായിരുന്നു. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ട്.
ഇപ്പം നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഉപ്പെല്ലാം പാകത്തിനാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഒരു ചെറിയ ബ്ലോക്ക് ബട്ടറും കൂടി വെക്കുന്നുണ്ട്. ഈസി പനീർ ബട്ടർ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.